മത്സരശേഷം എമിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നിസ്സഹനായി മുഖം പൊത്തി ഡഗൌട്ടിൽ ഇരിക്കുന്ന മാർട്ടിന് സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെയായിരുന്നു. എല്ലാം കൊണ്ടും അർജന്റീനൻ താരങ്ങൾ നിറം മങ്ങിയ മത്സരം. കലാശപ്പോരിന്റെ യാതൊന്നും തോന്നിക്കാത്ത മെറ്റ്ലൈഫ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഒരു വൺ സൈഡ് ഗെയിം. ലൂയിസ് തെലാഫിന്റെ പൊസിഷൻ ഗെയിമിന് മുമ്പിൽ അർജന്റീൻ പ്രതിരോധം പലകുറി പിളർന്നു. വൈറസബാലും യമാലുമൊക്കെ അർജന്റീൻ ബോക്സിൽ അപകടം വിതച്ചു. ഡിഫൻസിൽ മാത്രമല്ല അറ്റാക്കിങ്ങിലും ഒരു ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉനൈ സിമോണിന് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഷോട്ട് പോലും കൊണ്ടുവരാൻ അർജന്റീനക്ക് സാധിച്ചില്ല. ഇനി വർഷങ്ങൾക്ക് ശേഷം ഈ മത്സരം കാണാത്ത ആരെങ്കിലും ഒരാൾ സ്റ്റാറ്റ്സ് വെച്ച് ഈ മത്സരത്തെ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെ 120 മിനിറ്റ് വരെ ഈ മത്സരം എത്തി എന്നായിരിക്കും പലരും ചോദിക്കുന്നുണ്ടാവുക. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: എമിലിയാനോ മാർട്ടിനസ്. ഈ വേൾഡ് കപ്പിൽ അയാളുടെ പേര് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. 2022 വേൾഡ് കപ്പിന്റെ ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന്റെ ഗ്രാഫ് മുകളിലേക്കായിരുന്നു. എന്നാൽ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ വല കുലുങ്ങുന്ന പലപ്പോഴായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിന് മുകളിൽ എതിരാളികൾ കടന്നു കയറുന്ന രംഗം ഈ വേൾഡ് കപ്പിൽ സുപരിചിതമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. മത്സരം തന്റേതാക്കി മാറ്റുന്ന ഒരു കളി പോലും ഈ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നില്ല, ഫൈനൽ ഒഴിച്ച്. അർജന്റീന വേഴ്സസ് സ്പെയിൻ. പാസുകൾ കൊണ്ട് സ്പാനിഷ് താരങ്ങൾ അർജന്റീനൻ താരങ്ങളെ ഫിസിക്കലി മെന്റലി തളർത്തിയപ്പോഴും തളരാത്ത ഒരു വ്യക്തിയെ അതിലുണ്ടായിരുന്നുള്ളൂ. ആൽബിസെലസ്റ്റൻ പ്രതീക്ഷകൾക്ക് കാവൽ നിന്നവൻ. 90 മിനിറ്റിൽ കഴിയേണ്ട മത്സരം 120 മിനിറ്റിലേക്ക് എത്തിച്ച മുതൽ ടൂർണമെന്റിലെ ബെസ്റ്റ് കീപ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഉനൈ സിമോന്റെ ടൂർണമെന്റ് സേവിനേക്കാളും ഈ മത്സരത്തിലെ സേവ് കൊണ്ട് അദ്ദേഹത്തെ മാർട്ടിനസ് മറികടന്നിരിക്കുകയാണ്. ഉനൈ ഈ വേൾഡ് കപ്പിൽ 10 സേവുകൾ നടത്തിയപ്പോൾ ഈ മത്സരത്തിൽ മാത്രം മാർട്ടിനസ് 11 സേവുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് നമുക്ക് റിസൾട്ടിലും കാണാമായിരുന്നു. 120 മിനിറ്റ് വരെ എത്തിയ മത്സരം അർജന്റീനൻ താരങ്ങൾക്ക് അതൊരു പെനാൾട്ടി വരെ കൊണ്ടെത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പെനാൾട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ട് ആ കിരീടം ഡിഫെൻഡ് ചെയ്തേനെ. ആ നിരാശയാണ് ഡഗൌട്ടിൽ മുഖം പൊത്തി കരയുന്നത് നമ്മൾ കണ്ടത്. മെസ്സി ഇല്ലാതെ കളിക്കാൻ ടീം രൂപപ്പെട്ടു എന്ന് സ്കലോണി പറയുമ്പോഴും അയാളൊന്ന് നിറം മങ്ങിയാൽ ടീം വട്ടപൂജ്യമാവുകയാണ്. ഫൈനൽ വരെ അദ്ദേഹത്തിന്റെ തോളിലേറി എത്തിയ അർജന്റീന മെസ്സിക്കൊന്ന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല, ടീം പരാജയപ്പെടുകയല്ലാതെ. ഫൈനൽ അടക്കം നമ്മൾ അതാണ് കണ്ടത്. അദ്ദേഹം ഒന്ന് നിശബ്ദനായപ്പോൾ അതേ പാറ്റേണിൽ സഹതാരങ്ങളും എമിലിയാനോ മാർട്ടിനസ് ഒഴിച്ച് ഒരു 3-4 ഗോളിനെങ്കിലും പരാജയപ്പെടേണ്ട മത്സരം ഒരു ഗോളിലേക്ക് എത്തിച്ചത് ഈ മനുഷ്യനാണ്. ഒരു നാണം കെട്ട തോൽവിയിൽ നിന്നും അദ്ദേഹം രക്ഷിച്ചു ടീമിനെ. പലർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെന്നില്ല, അദ്ദേഹത്തിന്റെ സെലിബ്രേഷനും ആറ്റിറ്റ്യൂഡും ഒന്നും പലർക്കും അങ്ങനെ പിടിച്ചോളണമെന്നില്ല. പക്ഷേ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ടീമിൽ എമിലിയാനോ മാർട്ടിനസിനെ പോലത്തെ ഒരു കീപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ കോൺഫിഡൻസും എവിടെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത്. അർജന്റീനയുടെ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വലിയൊരു വിടവ് കണ്ടിരുന്ന ഒരു കാലം 2021 സ്കലോണിയിലൂടെയാണ് എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ ദേശീയ ടീമിൽ അവതരിക്കപ്പെട്ടത്. അതുവരെ സീനിയർ ടീമിൽ കളിക്കാത്ത ഒരു വ്യക്തി തന്റെ 29ാമത്തെ വയസ്സിൽ കടക്കുന്ന സമയത്താണ് പിന്നീട് അർജന്റീന ടീമിലേക്ക് ഒരു സ്ഥിര സാന്നിധ്യമായിട്ട് മാറുന്നത്. സീനിയർ ടീമിൽ കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു താരത്തിൽ സ്കലോണി വിശ്വസിച്ച ആ തീരുമാനം വലിയൊരു ഡിസിഷനായിട്ട് മാറിയിരിക്കുകയാണ്. 2021 കോപ്പ അമേരിക്ക അർജന്റീന നേടുമ്പോൾ ആ ടൂർണമെന്റിലെ ബെസ്റ്റ് കീപ്പർ ഇദ്ദേഹമായിരുന്നു. 2022 വേൾഡ് കപ്പ് നേടുമ്പോഴും ഇതേ മനുഷ്യനായിരുന്നു ബെസ്റ്റ്. 2024 കോപ്പ അമേരിക്ക അർജന്റീന നേടുമ്പോഴും ഇതേ മനുഷ്യൻ തന്നെ ബെസ്റ്റ് കീപ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. സീനിയർ ടീമിലേക്ക് അവസരം ലഭിച്ചതിൽ പിന്നെ 3 തുടർച്ചയായിട്ടുള്ള ടൂർണമെന്റിലും മികച്ച കീപ്പറായി മാറിയതും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചതും തുടർച്ചയായി നടന്ന 3 പ്രധാനപ്പെട്ട ട്രോഫികളും അദ്ദേഹം ടീമിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുകയാണ്. ക്ലബ് ഫുട്ബോളിൽ ഇടവിട്ട വർഷങ്ങളിൽ ആർസണലിന് വേണ്ടി കളിച്ചിരുന്ന താരമാണ് എമിലിയാനോ മാർട്ടിനസ്. പക്ഷേ 2ാം നമ്പർ കീപ്പറായിട്ട് ബെഞ്ചിൽ ഒതുങ്ങിപ്പോയ ഒരു ക്ലബ്ബ് കരിയർ. പിന്നീട് ആസ്റ്റൺ വില്ലയിലേക്ക് എത്തിയതിനു ശേഷമാണ് ടീമിന്റെ 1ാം നമ്പർ മെയിൻ കീപ്പറായിട്ട് മാറിയതും ടീമിന് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നത്. തുടർച്ചയായിട്ട് 6ാമത്തെ വർഷവും ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. യൂറോപ്പ ലീഗ് ഇപ്പോൾ കഴിഞ്ഞു പോയ സീസണിൽ അദ്ദേഹം നേടിക്കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ബർത്തും ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും അർജന്റീനയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.